എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ രേവതിയെ തേടി ഒരു വമ്പൻ ഓഫർ വന്നിരിക്കുവാണ്. എന്ത് ഓഫറാണെന്നല്ലേ, ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ എപ്പിസോഡ് വരും. അതെന്ത് എപ്പിസോഡാണെന്ന് വെച്ചാൽ, നമ്മുടെ സച്ചിയുടെ ഒരു ഓട്ടോയിൽ ഒരാൾ കയറും. അയാളെ ആക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിലോട്ട്, അയാൾ അങ്ങോട്ടേക്കാണ് ട്രിപ്പ് പറഞ്ഞത്. അപ്പോൾ പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിലോട്ട് ഇയാളെ ഇറക്കി ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും സച്ചിക്ക് ഒരു പാർട്ടിയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അയാളെ അവിടെ വെച്ച് കാണും, ആ പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. അപ്പോൾ അയാൾ പറയും, ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കാൻ പോവുകയാണ്, 250 ജോഡികളെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചിയോട്. അപ്പോൾ പറയും, നീ ഓട്ടോ ഓടിക്കുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു, ഞാൻ കാണുന്നില്ലെങ്കിലും നിന്റെ വിശേഷമൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എന്തോ എത്തിയടാ, നിനക്കും ഞങ്ങളുടെ കൂടെ പാർട്ടിയിലൊക്കെ ചേർന്നൂടെ എന്ന് അയാൾ സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ ഞാനില്ലേ പാർട്ടിയിലൊന്നും, ഞാൻ എന്തെങ്കിലും ഒരു ഡ്രൈവർ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് ജീവിച്ചോളാന്നാണ് സച്ചി പറയുന്നത്. അപ്പോൾ അയാൾ പറയും, നീ അന്ന് അകത്തോട്ട് വാ, ഞാൻ ഇവിടുത്തെ മെയിൻ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അപ്പോൾ ഇല്ലാന്നൊക്കെ പറയും. പക്ഷെ ഇയാളെ നിർബന്ധിച്ച് സച്ചി അകത്തോട്ട് വിളിച്ചുകൊണ്ടും പോവുകയാണ്. അപ്പോൾ അകത്തോട്ട് വിളിച്ചു പോകുമ്പോഴത്തേക്കും ആ മെയിൻ ആൾ, അതായത് അവിടെ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, അയാളാണ് ഈ കല്യാണമൊക്കെ നടത്തി കൊടുക്കാൻ പോകുന്നത്, സമൂഹ വിവാഹം. അപ്പോൾ അയാളെ ഇങ്ങനെ സച്ചിക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കും. ഇതെന്റെ ഫ്രണ്ടാണ്, ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഈ പാർട്ടിക്കാരൻ പറയും ഇയാളോട്, അതായത് ആ പാർട്ടിയിലുള്ള വേറൊരാളില്ലേ, അയാളോട് പറയും, ഒരു മുടക്കവും വരാൻ പാടില്ല, ഈ സമൂഹ വിവാഹം അടിപൊളിയാക്കി നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അയാൾ പറയും, ചേട്ടാ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം പൂമാല പറഞ്ഞ, അതായത് 500 പേർക്കുള്ള പൂമാല പറഞ്ഞായിരുന്നില്ലേ, അയാൾ ഓടിപ്പോയി ചേട്ടാ, അയാൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പം തന്നെ ആ ഇലക്ഷന് നിൽക്കുന്ന ആൾക്ക് നല്ല ദേഷ്യം വരും. കാരണം 2 ദിവസമുള്ളൂ ഇനി സമൂഹ കല്യാണത്തിന്, നീ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അയാളോട് ചൂടാവുകയാണ്. അപ്പം തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഒന്നും കേൾക്കാൻ നിൽക്കണ്ട, എനിക്ക് 500 പേർക്കുള്ള പൂമാല കിട്ടിയേ തീരുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും സച്ചിയോട്, നിന്റെ ഭാര്യ പൂമാല കെട്ടൂലോ, ഒന്ന് സഹായിക്കടാ, ഒരു 500 പേർക്കുള്ള ഒരു പൂമാല എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു താടാ. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കും, 500 പേർക്കുള്ള പൂമാല, പൈസ എത്ര വേണമെങ്കിലും തരാം എന്ന് പറയും, 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്നാൽ കുഴപ്പമില്ല. അപ്പം തന്നെ ആ പാർട്ടിക്കാരൻ അഡ്വാൻസ് ആയിട്ട് ഒരു 50,000 രൂപ സച്ചിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയും സച്ചിക്ക് അപ്പോൾ സന്തോഷമാവും. കാരണം രേവതി വമ്പൻ ഓഫറല്ല വന്നിരിക്കുന്നത്. പക്ഷെ 2 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് ഒരു ടെൻഷനും ഉണ്ട്. സച്ചി അപ്പൊ ഈ പൈസയൊക്കെ കൊണ്ട് വീട്ടിൽ പോകുവാണ്. സച്ചി രേവതിയും തമ്മിൽ വഴക്കല്ലേ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛാ രേവതിയെ വിളിക്കും എന്ന് പറയും. അപ്പൊ അച്ഛൻ രേവതിയെ വിളിക്കും. രേവതി പറയും, എന്താ അച്ഛാന്ന് ചോദിക്കും. ഇവന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറയും രവി. അപ്പോൾ സച്ചി പറയും, അച്ഛാ എനിക്ക് ഒരു 500 പൂമാല വേണം എന്ന് പറയും, അതും 2 ദിവസത്തിനുള്ളിൽ വേണമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഈ സച്ചിയേട്ടൻ എന്താ എന്നെ കളിയാക്കുവാണോ, 2 ദിവസത്തിനുള്ളിൽ എങ്ങനെ 500 പൂമാല പറയും. അച്ഛാ എനിക്ക് പാർട്ടിയിലൊരു ഫ്രണ്ടുള്ള കാര്യം അറിയാലോ, അപ്പോൾ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്, പൂമാല ഏൽപ്പിച്ച ആള് ഓടിപ്പോയി, അപ്പോൾ പകരം അവരെ ആളെ അന്വേഷിക്കുമായിരുന്നു, അപ്പോഴാണ് രേവതിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മാല വേണം എന്നാണ് അവർ പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ ഞാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കും. അപ്പോൾ തന്നെ രേവതിക്ക് സന്തോഷമാവേ. രേവതി കണ്ണൊക്കെ വെച്ചിട്ട് ആശീർവാദമൊക്കെ മേടിച്ചിട്ട്, എന്നാലും 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കണമെന്ന് പറയുമ്പോൾ രേവതിക്ക് കുറേ ടെൻഷൻ ഉണ്ടാവും. രേവതി പറയും, എന്നാൽ എനിക്ക് ഈ വീട് കുറേ ആൾക്കാരെ ഹെൽപ്പിങ്ങിന് വേണ്ടി വിളിക്കേണ്ടി വരും, അതിൻ്റെ ചിലവുണ്ടാവും, പിന്നെ വണ്ടി കാശ്, പൂവൊക്കെ മാർക്കറ്റിൽ പോയി കളക്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് കാശാവും, അതിൻ്റെ ചിലവ്, അങ്ങനെ ഒരുപാട് ചിലവ് എക്സ്പെൻസ് ഉള്ള കാര്യമാണെന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ഛാ പൈസ എത്രയായാലും കുഴപ്പമില്ല, എത്രയാണെന്ന് വെച്ചാൽ പറ, ഞാനത് അവിടെ നിന്ന് ഏർപ്പാടാക്കി തരാം, അയാൾ പണം ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് സച്ചി പറയും. അപ്പോൾ രേവതി പറയും, എല്ലാം കൂടി ഒരു 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ വരും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ഇതൊക്കെ കേട്ട് ചന്ദ്ര നിൽക്കുന്നുണ്ട്. രേവതിക്ക് ഇത്രയും വലിയൊരു വമ്പൻ ഓഫർ വന്നതിൻ്റെ നെട്ടലിലാണ് ചന്ദ്ര. അപ്പോൾ ഏതായാലും രേവതിക്ക് ഇനി വെച്ചടി കയറ്റുമായിരിക്കും. രേവതി നല്ല സന്തോഷമാണ്. അതാണ് നമ്മുടെ പ്രമോല് കാണിക്കുന്നത്. വീട് മൊത്തം പൂക്കളിട്ട് സച്ചി കൊണ്ടെന്ന് കാണിക്കുന്നില്ലേ, അത് ഈ പ്രമോ ആണ്. കല്യാണത്തിന് വേണ്ടി പൂമാല കെട്ടുന്നുള്ള തിരക്കിലാണ് രേവതിയുടെ പൂ കിട്ടുന്ന ഫ്രണ്ട്സും. അപ്പോൾ വരും ഭാഗങ്ങളിൽ നമുക്കത് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.